ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെക്കാനുണ്ടായിരുന്നു. നമുക്കറിയാം, കുറേ പ്ലാന്റ്സും കളക്ഷൻസൊക്കെ ഉള്ളവർക്ക് എത്ര തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചാലും വീണ്ടും വീണ്ടും അത് മാറ്റുക, അതുപോലെ തന്നെ സൺലൈറ്റും മഴയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ സ്ഥലമൊക്കെ നമുക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടി വരും. അപ്പോൾ ഇതായി കാണുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അഡീനിയം പ്ലാന്റ്സൊക്കെ ആയിരുന്നു. അഡീനിയം എല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ ഉള്ളിടത്ത് നിന്ന് അത് മോശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇവിടെ ഇങ്ങനെ മണി പ്ലാന്റ് നമ്മൾ ഒരു സ്ക്വയറിൻ്റെ ബോക്സിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് മാറ്റാമെന്ന് കരുതി. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് മാറ്റുന്ന സമയത്ത് അതാ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് വലിയ തവള ഉണ്ടായിരുന്നു ആ ടൈൽസിൽ. ഇതുപോലെ നമ്മൾ കുറച്ച് കാലത്തേക്കൊക്കെ ഒന്ന് അനക്കാതെയും മാറ്റാതെയൊക്കെ വെച്ച പ്ലാന്റ്സൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ തവള ആയതുകൊണ്ട് കുഴപ്പമില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റ് ഇഴജന്തുക്കളോ അതുപോലെ തന്നെ പാമ്പ് പോലുള്ള ഇതൊക്കെ വന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് കൈകാര്യം ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക. എപ്പോഴും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് കമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഫസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കൈയിടുക. അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് സേഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളവിടെ ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടൈൽസിൻ്റെ പീസും അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടാക്കിയിട്ടായിരുന്നു പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുള്ളത് വലിയ സൈസിലുള്ള കുറച്ച് ഗ്രീൻ എഗ്ലോണിമാസ് ഉണ്ട്, അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എഗ്ലോണിമാസായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്ലാന്റും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ മോശമായിട്ടുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ നല്ല ലീഫും കാര്യങ്ങളൊക്കെ മാത്രം ആക്കി പ്ലാന്റിനെ ഫസ്റ്റ് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കണം. എന്നിട്ട് നമ്മൾ മാറ്റുന്ന സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ സൈസിൽ വളരുന്ന ഗ്രീൻ എഗ്ലോണിമയിൽ പെട്ട പ്ലാന്റ്സുകളാണ്. അപ്പോൾ അവയെല്ലാം ഈ തൂണിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ്ലോണിമാസിനൊക്കെ ഇതുപോലെ കായ്കളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്ലാന്റ് കൂടുതൽ ബുഷിയാകാനും അതുപോലെ തന്നെ കന്നുകളൊക്കെ വന്ന് ഇലയുടെ മുരടിപ്പൊക്കെ മാറാനൊക്കെ അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാനൊന്നുമില്ല, ഇത് ലീഫി പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനെ കായ്കൾ വരുമ്പോൾ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗ്ലോണിമാസിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ബിഗോണിയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ബിഗോണിയസിൻ്റെ കൂടുതൽ കളക്ഷനൊന്നും നമ്മളെ കയ്യിലില്ല. എന്നാലും ആ ഒരു സൈഡിൽ ഷെയ്ഡ് കിട്ടുന്ന ഏരിയയും അതുപോലെ തന്നെ ഒരു സൺലൈറ്റിൻ്റെ ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മളത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രീൻ വെറൈറ്റിയിൽപ്പെടുന്ന അഗ്ലോണിമാസൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സ്ഥലം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഇതാ ഈ ഒരു ഏരിയയിൽ ഉള്ള ഈ ഒരു ലീഫി പ്ലാന്റ്സ് ഉണ്ട്. 2-3 തരത്തിലുള്ള ലീഫി പ്ലാന്റ്സ് ഇവിടുന്ന് മാറ്റാനുണ്ട്. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പ്ലാന്റ് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം തന്നെ ഭയങ്കര വൈഡായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വെക്കാനുള്ളത്. നമ്മൾ വെക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഇതുപോലുള്ള ഡാർക്ക് ഏരിയയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു വെളിച്ചവുമാണ്, അതുപോലെ തന്നെ കാണാൻ വേറെ ഒരു കളറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ കാലം ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് നന്നായി മോശമായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് റൂട്ടൊക്കെ കൂടുതൽ വന്ന് മുരടിച്ചതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്ലാന്റിനെ ഒന്ന് ഫ്രഷ് ആക്കി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കറിയാം, കന്നുകൾ വന്നിട്ടാണ് ഈ പ്ലാന്റ് കൂടുതലായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോസിലൊക്കെ ഈ പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇത് നമ്മൾക്ക് വലിയ പോട്ടി മിക്സും വലിയ ഫെർട്ടിലൈസറുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഗാർഡൻ സോയിലാണ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നുള്ളത്.
അതുകൊണ്ട് തന്നെ പോട്ടിംഗ് രീതിയൊന്നും നമുക്ക് വിശദീകരിച്ച് പറയാനൊന്നുമില്ല. വേഗത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ. അങ്ങനെ സെറ്റ് ചെയ്ത ഓരോ പ്ലാന്റും നമ്മൾ 2-3 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പുറം ഈ സ്ഥലത്തേക്ക് വെക്കുന്നുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും, ഇനി ഈ പ്ലാന്റ് ഈ ഒരു സ്ഥലത്തോട് പൊരുത്തപ്പെട്ടിട്ട് ഒന്ന് നിവർന്ന് വരണം, എന്നാലാണ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ലീവ്സൊക്കെ നല്ല രീതിയിൽ ആയിട്ട് പ്ലാന്റ് ഒന്ന് നേരെ ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് തിരിഞ്ഞ് വന്നാൽ നമുക്ക് ആ സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാകും. എന്നാലും ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ പ്ലാന്റ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഏരിയ കൂടുതലായിട്ടും പിന്നെ സൺലൈറ്റ് കിട്ടാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഏരിയ നോക്കൂ. ഈ ഒരു ഏരിയയിലും നമുക്ക് അത്ര വലിയ സൺലൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീഫി പ്ലാന്റ്സ് ആണ് അവിടെയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടെയൊക്കെ മൊത്തമായിട്ട് മാറ്റിയിട്ടാണ് ഉള്ളത്. ഓരോ പ്ലാന്റായിട്ട് ഇനി വെക്കാനുണ്ട് അത്രേ. മദർ പ്ലാന്റ് പോലെ നന്നായി വളർന്ന് ഗ്രോത്തൊക്കെ ഓവറായ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് ചെറിയ പോട്ടിലേക്ക് മാറ്റാനുണ്ട്. അപ്പോൾ കാലിയായ ചട്ടിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അതൊക്കെ വെറും കമ്പും 2-3 ഇലയും മാത്രമായിട്ട് ബാക്കിയായതാണ് മഴയ്ക്ക് ശേഷം. എല്ലാ പോട്ടും തന്നെ നമുക്ക് ഷെയ്ഡിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെക്കിയുടെയും അതുപോലെ തന്നെ അരിപ്പൂവിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പ്ലാന്റിൻ്റെ ലീവ്സും എല്ലാം നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ലീവ്സിനൊക്കെ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേലെ തന്നെ മാവിൻ്റെ വെള്ളം ഊറ്റുന്നതുകൊണ്ട് ലീഫ് പെട്ടെന്ന് തന്നെ കീറിയിട്ടും അതുപോലെ തന്നെ ഹോൾസൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അവിടെ ഒന്ന് ക്ലീനാക്കി മാറ്റി കൊടുക്കണം. ഇതിൽ കാണുന്ന മദർ പ്ലാന്റായ കലാത്തിയാസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ നിന്നും ആ പ്ലാന്റ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് വേണം ആ ബാക്കിലുള്ള പോട്ട്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ലാസ്റ്റ് നമ്മളിതാ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും കുറച്ച് ലീഫി പ്ലാന്റ്സ് തന്നെ സെറ്റ് ചെയ്തു. കാരണം വലിയ സൺലൈറ്റ് കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ ഷെഫ്ലോറി അതുപോലെ തന്നെ നമ്മുടെ ലക്കി ബാമ്പുവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല ഫുള്ളായിട്ടുള്ള പ്ലാന്റ്സ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചവും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ നേരെ ഇപ്പുറത്തന്നെയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അവിടെ നിന്ന് മാറ്റിയ കലാത്തിയാസും പ്ലാന്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊയർ സ്റ്റിക്കിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഏരിയയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെയും കുറച്ചുകൂടി ഒന്ന് റീഫിൽ ചെയ്യാനുണ്ട്. എന്നാലും മാക്സിമം പ്ലാന്റ്സൊക്കെ വെച്ച് അവിടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലായിരുന്നു ഇന്നത്തെ പണി. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിപ്പാണിത്. പ്ലാന്റ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോസ് മുഴുവനായും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബായ്, താങ്ക് യു.